ഇപ്പോൾ തംബ്നെയിൽ കണ്ടിട്ട് പോൺ വീഡിയോസ് കാണരുത് എന്ന് പറയാൻ വന്നതാണ് എന്നൊന്നും വിചാരിക്കരുത്. അങ്ങനെയൊന്നുമല്ല. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അതുപോലുള്ള വീഡിയോസൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചിട്ടാണ്. പിന്നെ അതുപോലുള്ള വീഡിയോസൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ആകെ ഒരു കാര്യമുള്ളൂ, റിയൽ ലൈഫിൽ അങ്ങനെയല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ അതാണ് സെക്സ് എഡ്യൂക്കേഷൻ എന്നൊന്നും വിചാരിക്കാതിരിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഈ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്യണ്ട എന്ന് വിചാരിച്ചതാണ്. കാരണം വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ് പറയാൻ പോകുന്നത്. പക്ഷേ വീണ്ടും ചെയ്യാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴായിട്ട് ഇങ്ങനൊരു കാര്യം പലരുടെയും ഫോണിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് പറയാൻ പോകുന്നത്. എന്താണ് സംഭവം എന്ന് വെച്ചാൽ ഇപ്പം ഗൂഗിളും അതുപോലെ തന്നെ മറ്റ് ബ്രൗസറുകളൊക്കെ വളരെ സ്മാർട്ടാണ്. നമുക്ക് പല സജഷൻസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പം നമ്മൾ നമ്മുടെ ഫോൺ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സജഷൻസ് വരുന്നതായിരിക്കും. ഇപ്പോൾ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എന്തെങ്കിലും സെർച്ച് ചെയ്യാമെന്ന് വിചാരിക്കുക. ഞാൻ ഫസ്റ്റ് ജി എന്ന് ടൈപ്പ് ചെയ്യുമ്പം തന്നെ ഞാൻ മുമ്പ് സെർച്ച് ചെയ്ത് വെച്ചിട്ടുള്ള വെബ്സൈറ്റുകൾ അതുപോലെ തന്നെ ബുക്ക് മാർക്ക് ചെയ്തിട്ടുള്ള വെബ്സൈറ്റുകളൊക്കെ ഇവിടെ സജഷനായിട്ട് വരുന്നുണ്ട്. അപ്പം പൊതുവെ സംഭവിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം പോൺ വീഡിയോസൊക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഡയറക്റ്റായിട്ട് സെർച്ച് ചെയ്തിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഈ ഒരു സജഷൻസിൽ ആ ഒരു വീഡിയോസും കൂടി ഉൾപ്പെടുന്നതായിരിക്കും. ഞാൻ പലപ്പോഴും പലരുടെയും ഫോണിൽ കണ്ടിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ കാര്യം നമ്മൾ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും ഫസ്റ്റ് സജഷനായിട്ട് ഈ വീഡിയോസ് ആയിരിക്കും വരിക. അപ്പം അത് കുറച്ച് എംബാരസിംഗ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പെടണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇൻകോഗ്നിറ്റോ മോഡിൽ ഇതുപോലുള്ള വീഡിയോസും അതുപോലെ തന്നെ മറ്റുള്ളവർ കാണണ്ട എന്ന് വിചാരിക്കുന്ന വെബ്സൈറ്റൊക്കെ ഓപ്പൺ ചെയ്യുക. അപ്പം അതിന് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ താഴെ 3 ഡോട്ട് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ പ്രൈവറ്റ് ടാബ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ ചില ബ്രൗസറിൽ ഇൻകോഗ്നിറ്റോ മോഡ് തന്നെ കൊടുത്തിട്ടുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ സെർച്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാം. അപ്പം പിന്നീട് നമ്മൾ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യുമ്പം അത് സജഷൻസിൽ വരില്ല. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് എവിടെയും ട്രാക്ക് ആവുന്നില്ല എന്നൊന്നല്ല ഇതിൻ്റെ അർത്ഥം. ജസ്റ്റ് പിന്നീട് സജഷൻസിലൊന്നും വരില്ല, അത്രയേ ഉള്ളൂ. എന്നാലും ബാക്കിയുള്ളവർ നമ്മുടെ ഫോണിൽ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള സജഷൻസ് അവർക്ക് പോവില്ല. അപ്പം ആ ഒരു എംബാരസിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് നമുക്ക് ഒഴിവാക്കാവുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതുവരെ സെർച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഇനിയും സജഷൻസിൽ പോകാൻ ചാൻസ് ഉണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ സെർച്ച് ചെയ്യുമ്പം. അപ്പം അത് ഒഴിവാക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ബ്രൗസറിൻ്റെ ആപ്പ് ഇൻഫോയിലോട്ട് പോവുക. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ ഏത് ബ്രൗസറാണ് എന്ന് വെച്ചാൽ അത് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്താൽ ആപ്പ് ഇൻഫോ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പം എൻ്റെ ഈ ഒരു ഫോണിൽ ഐ എന്നുള്ളൊരു ബട്ടണാണ് കാണിക്കുന്നത്, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനൊരു ഓപ്ഷൻ വരുന്നതായിരിക്കും. ഇവിടെ താഴെ ക്ലിയർ ഡാറ്റ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ മാനേജ് സ്പേസ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ഫ്രീ അപ്പ് സ്പേസ് അതുപോലെ തന്നെ ക്ലിയർ ഓൾ ഡാറ്റ ഇതൊക്കെ കൊടുക്കുക. അതൊക്കെ കൊടുത്താൽ ഇതുവരെയുള്ള ഡാറ്റാസും കാര്യങ്ങളൊക്കെ ക്ലിയർ ആവുന്നതായിരിക്കും. അതിനുശേഷം പിന്നീട് അതുവരെ സെർച്ച് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും സജഷൻസിലായിട്ട് പോവില്ല. പിന്നെ ചില ഫോണിൽ ഇവിടെ താഴെ കണ്ടോളണം എന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്റ്റോറേജ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ക്ലിയർ ഡാറ്റ കൊടുക്കുക. ക്ലിയർ ഡാറ്റ കൊടുത്തിട്ട് ഫുള്ള് ക്ലിയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു ആപ്പ് ഇൻഫോയിലോട്ട് നമുക്ക് സെറ്റിങ്സ് വഴിയും പോകുന്നതാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ സെറ്റിങ്സിൽ പോയിട്ട് ആപ്സ് എന്ന് സെർച്ച് ചെയ്യുക. ആപ്സ് എന്ന് സെർച്ച് ചെയ്താൽ നമുക്ക് അതിൻ്റെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ആപ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ നമുക്ക് മാനേജ് ആപ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏത് ബ്രൗസറിൻ്റെ ഡാറ്റയാണോ നമുക്ക് ക്ലിയർ ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് സ്ക്രോൾ ചെയ്താൽ ആ ഒരു ബ്രൗസറും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ ബ്രേവ് ബ്രൗസർ ഇവിടെ കിടക്കുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്താൽ ഈ ഒരു ഓപ്ഷനിലോട്ട് നമ്മൾ പോകുന്നതായിരിക്കും. അപ്പം അങ്ങനെ നമുക്ക് ഈ ഒരു ഡാറ്റയൊക്കെ ക്ലിയർ ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ ചില എംബാരസിംഗ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.